ഓണപരീക്ഷ, ക്രിസ്മസ് പരീക്ഷ, SSLC, കൊല്ല പരീക്ഷകൾ ഏതുമാവട്ടെ എല്ലാ പരീക്ഷയ്ക്കും എല്ലായ്പ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പിക്ചേഴ്സ്. ബയോളജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് ആര്? പിക്ചേഴ്സ്. ഏതെങ്കിലുമൊക്കെ ഒരു പിക്ചർ തരും, എന്നിട്ട് ഇതാരാ, അതാരാ, ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു, ഇത് എന്ത് ചിത്രമാണ്, അങ്ങനെ ചോദിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? അതറിയില്ല എന്ന് പറയരുത്, വില കളയരുത്. നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ചിത്രങ്ങളും പഠിച്ചു വെക്കണം. അങ്ങനെയെങ്കിൽ ഓണപരീക്ഷയ്ക്ക് ഈ ഒരു 2 ചാപ്റ്ററിൽ നിന്ന്, ഫസ്റ്റ് ചാപ്റ്ററിലെയും സെക്കൻഡ് ചാപ്റ്ററിലെയും എല്ലാ ചിത്രങ്ങളും എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ ഒരു ഒറ്റ വീഡിയോയിൽ പഠിക്കുന്നു. എന്നാൽ പിന്നെ ചിത്രത്തിന്റെ കാര്യത്തിൽ നമുക്ക് എന്തില്ല, ടെൻഷൻ ഇല്ല. എന്നാൽ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ചിത്രം ഈ ചിത്രം, ഇത് 1ാമത്തെ ചാപ്റ്ററിലുള്ള ഒരു ചിത്രമാണ്. ഈ ചിത്രം ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതാരാണ്? DNA ആണ്. ഇതൊന്നും തെറ്റിക്കരുത്. ഇതൊക്കെ തെറ്റിച്ചാൽ നിങ്ങൾ ലോക മണ്ടന്മാരല്ല, യൂണിവേഴ്സൽ മണ്ടന്മാർ. കാരണം ഒരു SSLC പഠിക്കുന്ന, ബയോളജി പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന സാധനമാണ് ഇത്. DNA കിട്ടി. ഇനി 2ാമത്തെ ചിത്രം എന്തിനെ സൂചിപ്പിക്കുന്നു? DNA കണ്ടെത്താൻ വേണ്ടിയിട്ട് ഏതൊരു റൊസാലിൻ ഫ്രാങ്ക്ലിൻ എന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞ എന്ത് ചെയ്തിട്ടുണ്ട്? എന്തോരു ചിത്രം എടുത്തില്ല. ആ ചിത്രം പറയുള്ളൂ, ഫോട്ടോ 51. അതെ, ഇതിന്റെ പേരെന്താണ്? ഫോട്ടോ 51. അതാണ് ഈ സംഭവം. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ ചങ്ങായാരാണ്? ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നു. ഇതാ ഒരു പൊര, ഒരു വട്ടം, ഒരു പെട്ടി, വീട് വട്ടം പെട്ടി, ഹൗസ് വട്ടം പെട്ടി വന്നാൽ പിന്നെ ഒന്നുമേ ചിന്തിക്കരുത്. അതാരാണ് സുഹൃത്തുക്കളെ? അത് ന്യൂക്ലിയോട്ടൈഡ് ആണ്. ആരാണ്? ന്യൂക്ലിയോട്ടൈഡ് ആണ് DNA ബേസിക് യൂണിറ്റ്. ആർക്ക് അറിയാലോ? ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇനി ഈ ചിത്രം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതിൽ കുറേ കാര്യങ്ങൾ അടയാളപ്പെടുത്താനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 2 സ്ട്രാൻഡ്സുകളുള്ള ഈ സാധനം എന്താണ്? DNA ആണ്. ഓക്കെ, പക്ഷെ അതൊന്നുമല്ല ഇവിടുത്തെ ചോദ്യം. ഇവിടെ കണ്ടോ, ഇവിടെ കുറെ ഉണ്ടകൾ. ഇതാരാന്ന് ചോദിച്ചാൽ ഇത് ഹിസ്റ്റോൺ പ്രോട്ടീൻ. എന്താ ഇവന്റെ പേര്? ഹിസ്റ്റോൺ പ്രോട്ടീൻ. നല്ല പേര്, ഹിസ്റ്റോൺ പ്രോട്ടീൻ. ഓക്കെ, എന്നാൽ അതേ ഹിസ്റ്റോൺ പ്രോട്ടീൻ ഇങ്ങനെ കൂടിച്ചേർന്ന് ഒരു 8 എണ്ണം കൂടിച്ചേർന്നാൽ അപ്പൊ അതിന്റെ പേര് ഹിസ്റ്റോൺ ഒക്ടാമർ. എന്താ പേര്? ഹിസ്റ്റോൺ ഒക്ടാമർ. പരീക്ഷയ്ക്ക് ഇതാണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ അത് ഹിസ്റ്റോൺ പ്രോട്ടീൻ. എന്നാൽ ഇത് കൂടിച്ചേർന്നതാണ് ചോദിക്കുന്നതെങ്കിൽ അതെന്താണ്? ഹിസ്റ്റോൺ ഒക്ടാമർ. എന്താ പേര്? ഹിസ്റ്റോൺ ഒക്ടാമർ. ഇനി അടുത്തതാ ഈ ഹിസ്റ്റോൺ ഒക്ടാമറിനെ ഇങ്ങനെ DNA ഇങ്ങനെ വലയം ചെയ്താൽ അപ്പൊ അതിന്റെ പേരെന്താണ്? ന്യൂക്ലിയോസോം. അപ്പൊ അതിന്റെ പേരെന്തായി മാറും? ന്യൂക്ലിയോസോം. അപ്പൊ ഹിസ്റ്റോൺ ഒക്ടാമർ, പിന്നെന്താണ്? ന്യൂക്ലിയോസോം. ഓക്കെ, അപ്പൊ ന്യൂക്ലിയോസോം ആണ് എന്തിന്റെ? ക്രോമസോമിന്റെ പ്രധാനപ്പെട്ട ഘടകം. അതും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഈ ചിത്രം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ക്രോമസോമിന്റെ സ്ട്രക്ചർ. ഇത് ചോദിക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആണ്. ഈ ചിത്രം നിന്നിട്ട് ഇതെന്താ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയണം ഇത് ക്രോമസോം. ഇനി ഇതിന്റെ നടുവിലുള്ള ഈ ഉണ്ടല്ലോ അതെന്താന്ന് ചോദിക്കുകയാണെങ്കിൽ വലിയ ടോപ്പായിക്കാണ്ട് ഹിസ്റ്റോൺ എഴുതി വെക്കരുത്. ഹിസ്റ്റോൺ ഈ മുകളിലുള്ള ഉണ്ടയാണ്, അതല്ല. ഇത് വേറെ ചങ്ങായി. ഇവന്റെ പേരെന്താണ്? സെൻട്രോമിയർ. എന്താ പേര്? സെൻട്രോമിയർ. പിന്നെ ഇതിന് 4 ഇതളുണ്ട്. 4 ഇതള്. ആ ഇതളിനെ വിളിക്കുന്ന പേരാണ് ക്രൊമാറ്റിഡ്. അതിന്റെ മലയാളം ഇംഗ്ലീഷൊക്കെ സെയിം തന്നെയാണ്, ക്രൊമാറ്റിഡ്. ഓക്കെ, സെൻട്രോമിയർ. പിന്നെ ഇവിടെ ചില ആൾക്കാർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, സാർ ഇത് ഹിസ്റ്റോൺ ഒക്ടാമർ, ഇത് ന്യൂക്ലിയോസോം, രണ്ടും ഏകദേശം ഒന്ന് തന്നെയല്ലേ? അപ്പൊ അങ്ങനെ നിങ്ങളോട് ചോദിക്കൂല. നിങ്ങളോട് ചിലപ്പോൾ ഈ ഹിസ്റ്റോൺ പ്രോട്ടീൻ മാത്രമേ ചോദിക്കുള്ളൂ. എന്നിട്ട് ഹിസ്റ്റോൺ പ്രോട്ടീൻ 8 എണ്ണം കൂടി ചേർന്നാൽ എന്ത് വിളിക്കും എന്നൊക്കെ 2ാമത്തെ ചോദ്യം, അല്ലാതെ അടയാളപ്പെടുത്താൻ ചോദിക്കില്ല. അപ്പൊ നിങ്ങൾ ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് എഴുതാൽ മതി. ഓക്കെ, പിന്നെ ഹിസ്റ്റോൺ ഒക്ടാമറിനെ DNA സ്ട്രാൻഡ് വലയം ചെയ്താൽ എന്ത് വിളിക്കുന്നതൊക്കെ അടുത്ത ചോദ്യം വരിക. അപ്പൊ നിങ്ങൾ എന്ത് എഴുതണം? ന്യൂക്ലിയോസോം എന്ന് എഴുതണം. അവിടെ അങ്ങനെ ചോദ്യം വരുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, പോട്ടെ. എന്നാ ഞാൻ അടുത്തത് ഈ ചിത്രം നിന്നിട്ട് ഇതെന്താ ചോദിക്കും? വളരെ സിമ്പിൾ, ഒന്നുമേ ചിന്തിക്കരുത്. ഇങ്ങനെ ഒരു വൃത്തികെട്ട ചിത്രം കണ്ടാൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം അതാരാണ്? അത് പ്രോട്ടീൻ നിർമ്മാണമാണ്. ആരാണ്? പ്രോട്ടീൻ നിർമ്മാണം, അല്ലെങ്കിൽ പ്രോട്ടീൻ സിന്തസിസ്. കിട്ടി. എന്തൊരു സുഖം. ഓക്കെ, ഇതെന്ത് സിന്തസിസ്? പ്രോട്ടീൻ സിന്തസിസ്. ഓക്കെ, പ്രോട്ടീൻ സിന്തസിസ്. ഓക്കെ, അപ്പൊ അത് കിട്ടി. ഇനി പ്രോട്ടീൻ സിന്തസിസിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 RNAകളുണ്ട്. mRNA, tRNA, rRNA. ഇവനാര് എന്ന് പറയണം. ഓക്കെ, വളരെ സിമ്പിൾ ആണ് ഇത് പഠിക്കാൻ. ഇത് ഞാൻ ആദ്യം ഇവിടെ എഴുതി തരാം ഇത് ആരൊക്കെയാന്നുള്ളത്. ഓക്കെ, ഇവൻ ആരാണ്? ഇവൻ mRNA. ഓക്കെ, ഇത് tRNA. പിന്നെ ഇവനാരായിരിക്കും? rRNA. ഇതെങ്ങനെ ഓർത്തു വെക്കുമെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആണ്. tRNA ഓർത്തു വെക്കാൻ ഒരു പണിയില്ല. ഇവിടെ കണ്ടോ, ഇതൊരു T അല്ലേ? ഇതൊരു T അല്ലേ? അപ്പൊ tRNA, അതാണ് tRNA. പിന്നെ mRNA എന്താണ്? rRNA പ്രത്യേകത. RNA പ്രത്യേകത, RNAക്ക് എത്ര സ്ട്രാൻഡാ ഉള്ളത്? 2 എണ്ണം അല്ലേ? അല്ല, RNAക്ക് എത്ര സ്ട്രാൻഡ് ഉള്ളത്? 1 സ്ട്രാൻഡ്. DNA-ക്ക് 2 സ്ട്രാൻഡ്. അപ്പൊ ഇതൊരു സ്ട്രാൻഡ്, ഇതൊരു സ്ട്രാൻഡ്. പക്ഷെ ഈ mRNA പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു സ്ട്രാൻഡ് ഫ്രീ ആയിട്ടേക്കാണ് കിടക്കുന്നത്. പക്ഷെ rRNA കേസിൽ എന്തായിരിക്കും? ആ ഒരു സ്ട്രാൻഡ് എവിടേക്കരം? റൈബോസോമിന്റെ ഉള്ളിലേക്കരം. ഈ സ്ട്രാൻഡിന്റെ പുറത്തുള്ള ഈ സാധനം ഉണ്ടല്ലോ, ഇതെന്താണ്? റൈബോസോം ആണ്. ഈ സ്ട്രാൻഡിന്റെ പുറത്തുള്ള ഈ സാധനം ഉണ്ടല്ലോ, ഇതെന്താണ്? റൈബോസോം ആണ്. അപ്പൊ റൈബോസോമിന്റെ ഉള്ളിലുള്ള RNA ആണത് rRNA. അപ്പൊ ഇതെന്തായിരിക്കും? mRNA. അപ്പൊ ഇങ്ങനെ ഒരു വട്ടത്തിന്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറിന്റെ ഉള്ളിൽ കാണപ്പെടുന്ന RNA ഏതായിരിക്കും? rRNA. വെറുതെ ഫ്രീ ആയി കാണുന്നത് ആരായിരിക്കും? mRNA. പിന്നെ ഈ T ഷേപ്പിൽ കാണപ്പെടുന്ന ആരായിരിക്കും? tRNA.
സിമ്പിൾ അല്ലേ? അത് കിട്ടി. ഓക്കെ, ഇനി അടുത്തത് ഈ ചിത്രം തരും. ഈ ചിത്രം എന്തിനെ സൂചിപ്പിക്കുന്നു? അപ്പൊ നിങ്ങൾ പറയണം എന്താണ്? ക്രോസിംഗ് ഓവർ ഓഫ് ക്രോമസോം, ക്രോമസോമിന്റെ മുറിഞ്ഞു മാറൽ. എന്താണ്? ക്രോമസോമിന്റെ മുറിഞ്ഞു മാറൽ. ഇനി അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവിടുന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള എന്താ അറിയോ? ഈ വട്ടട്ട സ്ഥലം ഉണ്ടല്ലോ, അതായത് ഈ രണ്ട് ക്രോമസോമുകളും പരസ്പരം ഇങ്ങനെ പെയർ ചെയ്യുന്ന, ബന്ധപ്പെടുന്ന, ജോഡി ചേരുന്ന ആ ഭാഗമല്ലേ ഈ വട്ടട്ട ഭാഗം? ഈ വട്ടട്ട ഭാഗം എന്താ ചോദിക്കും? അപ്പൊ നിങ്ങൾ കുടുങ്ങിപ്പോകും. അപ്പൊ വലിയ ടോപ്പായിക്കാണ്ട് ക്രോസിംഗ് ഓവർ ഓഫ് ക്രോമസോം എഴുതി വെച്ചിട്ട് കാര്യമില്ല. കാരണം ക്രോസിംഗ് ഓവർ ഓഫ് ക്രോമസോം ആ പരിപാടിന്റെ പേരാ. അവർ തമ്മിൽ കോണ്ടാക്ട് ചെയ്യുന്ന, അവർ തമ്മിൽ ബന്ധപ്പെടുന്ന, ആ രണ്ട് ക്രോമസോമുകൾ പരസ്പരം ജോഡി ചേരുന്ന ആ ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് കരീഷ്മ. അല്ലേ? അല്ല, അത് കയാസ്മ. എന്താ പേര്? കയാസ്മ. നല്ല പേര്, കയാസ്മ. എന്താ പേര്? കയാസ്മ. ഓക്കെ, ഇനി അടുത്തത് ഈ ചിത്രം, ഈ രണ്ടാമത്തെ ചിത്രം, ഇതെന്താ സൂചിപ്പിക്കുന്നത്? ഇതെന്തിന്റെ ചിത്രമാണ്? ഇത് മ്യൂട്ടേഷന്റെ ചിത്രം. എന്തിന്റെ ചിത്രമാണ്? മ്യൂട്ടേഷൻ, മ്യൂട്ടേഷൻ, മ്യൂട്ടേഷൻ. ഓക്കെ, മ്യൂട്ടേഷൻ സിമ്പിൾ ആണ്, മ്യൂട്ടേഷന്റെ ചിത്രം. അപ്പൊ അത് കഴിഞ്ഞു. ഈ നേരെ സെക്കൻഡ് ചാപ്റ്ററിലോട്ട് പോകാം. സെക്കൻഡ് ചാപ്റ്ററിൽ എവല്യൂഷന്റെ ഭാഗത്ത് പ്രത്യേകിച്ച് ചിത്രങ്ങളൊന്നുമില്ല. എവല്യൂഷന്റെ ഭാഗത്ത് ചിത്രമായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റത്തക്ക സാധനങ്ങളൊന്നുമില്ല. പിന്നെ എവല്യൂഷൻ ട്രീ ഉണ്ട്, പരിണാമ വൃക്ഷം. അത് നിങ്ങൾ സെപ്പറേറ്റ് പഠിക്കാം. അതൊരു ചിത്രമായിട്ടുള്ള സാധനമൊന്നുമില്ല, പക്ഷെ അത് പഠിക്കണം, കാരണം അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതുപോലെ തന്നെ കുരങ്ങൻ്റെയും മനുഷ്യൻ്റെയും ചിമ്പാൻസിൻ്റെയും ഗൊറില്ലൻ്റെയും ഉറാങ്ങുട്ടാൻ്റെ ഒക്കെ എവല്യൂഷൻ ട്രീ ഉണ്ടല്ലോ, വേറൊരു ട്രീ, അതും പഠിക്കണം. ഓക്കെ, ഇനി ഇവിടുന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അടയാളപ്പെടുത്താൻ ചോദിക്കുന്ന സാധനമാണ് സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ, ന്യൂറോണിന്റെ ഘടന. ഈ ചിത്രം തന്നാൽ ഒന്നുമേ ചിന്തിക്കരുത്, ഇതാരാണ്? ന്യൂറോണാണ്, ന്യൂറോണാണ്, ന്യൂറോണാണ്. 1000 വട്ടം ന്യൂറോണാണ്, അതിലൊരു ഡൗട്ടും ഇല്ല. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് ഓരോരുത്തരെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇവിടെ ഈ ചെറിയ കൂർപ്പ്, ഓരോന്നിനും എന്തുണ്ട്? ഒരു ചെറിയ കൂർപ്പുണ്ട്. ആ ചെറിയ കൂർപ്പാണ് ഡെൻഡ്രോൺ. എന്താ പേര്? ഡെൻഡ്രോൺ. ആ ഡെൻഡ്രോണിന്റെ ആ ചെറിയ കൂർപ്പിന്റെ ബ്രാഞ്ച് ഉണ്ടല്ലോ, ബ്രാഞ്ച്, അതാണ് ആര്? ഡെൻഡ്രൈറ്റ്. എന്താ പേര്? ഡെൻഡ്രൈറ്റ്. പിന്നെ ഈ നീളം കൂടിയ ഈ കൂർപ്പുണ്ടല്ലോ, ഇതൊക്കെ ചെറിയ കൂർപ്പാട്ടോ, ചെറിയ കൂർപ്പ്. ഓക്കെ, പക്ഷെ ഇത് നോക്കടാ, ഇത് ഇങ്ങനെ പോയിട്ടുള്ള ഒരു നീളം കൂടിയ കൂർപ്പാണ്, അതാണ് ആര്? ആക്സോൺ. എന്താ പേര്? ആക്സോൺ. പിന്നെ ഈ ആക്സോണിനും കുറച്ച് ബ്രാഞ്ച് ഉണ്ട്. ഡെൻഡ്രോണിന്റെ ബ്രാഞ്ച് ഡെൻഡ്രൈറ്റ് എങ്കിൽ ആക്സോണിന്റെ ബ്രാഞ്ച് എന്താണ്? ആക്സോണൈറ്റ്. എന്താണ്? ആക്സോണൈറ്റ്. പിന്നെ ഈ ആക്സോണൈറ്റിന്റെ അറ്റത്ത് കുറച്ച് മുത്തുകൾ കണ്ടോ? മുത്തുകൾ, അവരുടെ പേരാണ് സിനാപ്റ്റിക് നോബ്. എന്താ പേര്? സിനാപ്റ്റിക് നോബ്. പിന്നെ ഈ സെൻട്രൽ പോർഷൻ, ഈ ന്യൂക്ലിയസ് ഒക്കെ ഉൾപ്പെടുന്ന ഈ സെൻട്രൽ പോർഷൻ, അതാണ് ഇതിന്റെ ശരീരം, കോശ ശരീരം അല്ലെങ്കിൽ സെൽ ബോഡി. ഓക്കെ, സിമ്പിൾ ആണ്. ഇവിടെ ആകെ കൺഫ്യൂഷൻ വരിക, ഈ ചെറിയ കൂർപ്പാണോ ഡെൻഡ്രോൺ അതോ വലിയ കൂർപ്പാണോ ഡെൻഡ്രോൺ എന്നുള്ളതാണ് കൺഫ്യൂഷൻ വരിക. അല്ലെങ്കിൽ വലിയ കൂർപ്പാണോ ആക്സോൺ, ചെറിയ കൂർപ്പാണോ ആക്സോൺ എന്നുള്ളതാണ് പിന്നെ ഒരു കൺഫ്യൂഷൻ വരാം. ചാൻസ് ഇല്ല, എന്നാലും ഞാൻ അങ്ങനെ കൺഫ്യൂഷൻ ഉള്ളവർക്ക് ഒരു ഐഡിയ പറഞ്ഞുതരാം. ആക്സോൺ ബ്ലേഡ് കേട്ടിട്ടില്ലേ? ആക്സോൺ ബ്ലേഡ് സാധാ ബ്ലേഡിന്റെ പോലെ കുഞ്ഞാണോ? അല്ല, അത് നീളം ഉണ്ടാവും. അപ്പൊ നീളം കൂടിയ തന്തുവാണ്, അല്ലെങ്കിൽ നീളം കൂടിയ ഫിലമെന്റ് ആണ് ആര്? ആക്സോൺ അല്ലെങ്കിൽ ആക്സോൺ ബ്ലേഡ്, ആക്സോൺ. ഓക്കെ, അപ്പൊ പിന്നെ ആക്സോണിന്റെ ബ്രാഞ്ച് എന്തായിരിക്കും? ആക്സോണൈറ്റ്. അപ്പൊ നീളം കുറഞ്ഞതായിരിക്കും ഡെൻഡ്രോൺ, ഡെൻഡ്രോണിന്റെ ബ്രാഞ്ച് ഡെൻഡ്രൈറ്റ്. ഓക്കെ, നീ ചിത്രം തന്നിട്ട് ഇത് എന്താ ചോദിക്കുകയാണെങ്കിൽ അത് ന്യൂറോൺ. ഓക്കെ, അപ്പൊ അത് കിട്ടി. എന്നാ ഞാൻ അടുത്തത് മൈലിൻ ഷീത്ത്. അതായത് മൈലിൻ ഷീത്തിന്റെ കാര്യങ്ങൾ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ ഈ നീല കളർ കണ്ടോ? ഈ നീല കളർ ഇതൊരു വടിയാണ്, ഇതിങ്ങനെ പോകുന്നുണ്ട്, അതിന്റെ ചുറ്റുമാണ് ഈ കവറിങ് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങളോട് ഈ നീല കളർ മാർക്ക് ചെയ്തിട്ട് അതാരാണ് ചോദിക്കുകയാണെങ്കിൽ അത് മൈലിൻ ഷീറ്റ് എന്ന് കൊണ്ടുപോയിക്കാണ്ട് എഴുതരുത്. അതാരാണ്? അത് ആക്സോൺ ആണ്. ആരാണ്? ആക്സോൺ. ഈ വടി ആരാണ്? ആക്സോൺ ആണ്. ആ വടിക്ക് ചുറ്റുമുള്ള കവറിങ് ഉണ്ടല്ലോ, അതാണ് ആര്? മൈലിൻ ഷീത്ത്. ഇപ്പോൾ ഈ ചിത്രം കറക്റ്റ് ആണ്. ഈ കവറിങ്ങിനെ കറക്റ്റ് എന്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്? മൈലിൻ ഷീത്ത് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ എഴുതിയാൽ മതി. പക്ഷെ പരീക്ഷയ്ക്ക് മേ ബി ഈ വടിയാണ് ചോദിക്കണമെങ്കിൽ അപ്പൊ ആക്സോൺ എഴുതണം. അപ്പൊ മൈലിൻ ഷീത്ത് എന്ന് എഴുതിയിട്ട് എന്നിട്ട് ടീച്ചറോട് ചൂടാവാ, ഞാൻ മൈലിൻ ഷീത്ത് എഴുതിക്കണല്ലോ, എന്നിട്ട് നിങ്ങൾ എന്താ എനിക്ക് മാർക്ക് തരാത്തു? തരില്ല. അതെന്താ? അത് മൈലിൻ ഷീത്ത് അല്ല, അത് ആക്സോൺ ആണ്. ഓക്കെ, അപ്പൊ അത് അങ്ങോട്ട് ഇങ്ങോട്ട് മാറരുത്. ഇനി അടുത്തത്, ഓ മൈ ഗോഡ്, ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചില്ലെങ്കിൽ ഫാസിലിറക്കൽ മരിച്ചുപോയി കുട്ടിക്കോളി. അത്ര ഇമ്പോർട്ടൻറ്റ്. ഇതിന് ചിത്രം തന്നെ ചോദിക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഇതിന് എന്തെങ്കിലുമൊക്കെ ഒരു സാധനം പരീക്ഷയ്ക്ക് ചോദിക്കും. വെരി 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 ഇമ്പോർട്ടൻറ്റ്. തലച്ചോറിന്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ നമുക്ക് ചുമ്മാ പഠിക്കാം. എടാ, തലച്ചോറിന്റെ ഏറ്റവും വലിയ ഭാഗം, ഈ മെയിൻ പോർഷൻ, അതിന്റെ പേരെന്തായിരുന്നു? സെറിബ്രം. എന്താ പേര്? സെറിബ്രം. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? സെറിബ്രത്തിനെ മാർക്ക് ചെയ്യാം. ഈ മെയിൻ പോർഷൻ ആണ് ഒരു സെറിബ്രം. ഓക്കെ, പിന്നെ രണ്ടാമത്തെ വലിയ ഭാഗം ഇവനാണ്, ഇവൻ ഈ ഭാഗം. ഓക്കെ, ഇവന്റെ പേരെന്താണ്? സെറിബെല്ലം. എന്താ പേര്? സെറിബെല്ലം. ഓക്കെ, സെറിബെല്ലം. നല്ല പേര്. ഓ, ഏതാ പേരില്ല. ഇനി അടുത്തത് ഈ ചങ്ങായി ഉണ്ടല്ലോ, ഈ ചങ്ങായി, ഇവിടെ ഒരു ഡോട്ട് ഉണ്ട്. ഇവന്റെ പേരാണ് എന്ത്? തലാമസ്. എന്താണ് പേര്?
തലാമസ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആ തലാമസിന് താഴെയുള്ള ഡോട്ട് ഉണ്ടല്ലോ, അതാണ് ഹൈപ്പോതലാമസ്. അത് പല ആൾക്കാർക്കും മാറും. തലാമസും ഹൈപ്പോതലാമസും മാറാൻ ചാൻസ് ഉണ്ട്. പക്ഷേ മാറരുത്. തലാമസ് മുകളിൽ, തലല്ലേ മുകളിൽ, അപ്പൊ തലാമസ് മുകളിൽ, ഹൈപ്പോതലാമസ് താഴെ. തലന്റെ അനിയനാണ് ആര്? ഹൈപ്പോതലാമസ്. അങ്ങനെ ഓർത്തു വെക്കുക. അപ്പൊ ഈ തലാമസിന്റെ താഴെയുള്ള ഈ ഡോട്ടാണ് ആര്? ഹൈപ്പോതലാമസ്. അല്ലാതെ മുകളിലല്ല ഹൈപ്പോതലാമസ്, താഴെയാണ് ആര്? ഹൈപ്പോതലാമസ് ഉള്ളത്. ഓക്കെ, ഈ 4 ഭാഗങ്ങൾ സിമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കുക. പിന്നെ വളരെ സിമ്പിൾ ആണ്. പിന്നെ ഈ 5ാമത്തെ ഭാഗം ഈ സ്റ്റെം, ഇതിനെ വിളിക്കുന്ന പേരാണ് ബ്രെയിൻ സ്റ്റെം. ബ്രെയിൻ സ്റ്റെമ്മിൽ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ബ്രെയിൻ സ്റ്റെമ്മിന് 3 ഭാഗമുണ്ട്. ഫസ്റ്റത്തെ ഈ ഒരു പോർഷൻ മിഡ് ബ്രെയിൻ, രണ്ടാമത്തെ ഈ ഒരു പോർഷൻ പോൺസ്, മൂന്നാമത്തെ ഈ ഒരു പോർഷൻ മെഡുല്ല ഒബ്ലാങ്കേറ്റ. എന്താ ഒബ്ലാങ്കേറ്റ? മെഡുല്ല ഒബ്ലാങ്കേറ്റ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മിഡ് ബ്രെയിന്, രണ്ടാമത്തേത് പോൺസ്, മൂന്നാമത്തേത് മെഡുല്ല ഒബ്ലാങ്കേറ്റ. അത് അതേ ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കാം കേട്ടോ. അത് അങ്ങോട്ട് കൊണ്ട് മാറരുത്. ഫസ്റ്റ് ആരാണ്? മിഡ് ബ്രെയിന്, രണ്ടാമത്തേത് പോൺസ്, മൂന്നാമത്തേത് മെഡുല്ല ഒബ്ലാങ്കേറ്റ. MPMO എന്ന് ആലോചിക്കുക. MPMO. ഓക്കെ, ഫസ്റ്റ് മിഡ് ബ്രെയിന്, പിന്നെ പോൺസ്, പിന്നെ മെഡുല്ല ഒബ്ലാങ്കേറ്റ. MPMO. നല്ല പേര്. MPMO ആലോചിക്കുക. ഓക്കെ, അപ്പോൾ അത് കിട്ടി. ഇനി അടുത്തത് ഇത്. ഓ മൈ ഗോഡ്, ഇത് വളരെ സുഖം, ഒന്നുമേ ചിന്തിക്കണ്ട. സ്പൈനൽ കോഡ് അല്ലെങ്കിൽ സുഷുമ്നന്റെ ചിത്രം വന്നാൽ ഞാൻ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടെ 5 ഭാഗങ്ങളെ നിങ്ങൾക്ക് അടയാളപ്പെടുത്താണ്ടാവുള്ളൂ. അതിൽ 1ാമത്തെ ഭാഗം ഈ നടുവിലുള്ള ഒരു ഓട്ടുണ്ട്, സെൻട്രൽ കനാൽ. അതിന്റെ പേരെന്താണ്? സെൻട്രൽ കനാൽ. എന്താ പേര്? സെൻട്രൽ കനാൽ. അത് സെൻട്രലാണ്, പിന്നെ ഒരു ഓട്ടയാണ്, അതുകൊണ്ട് എന്താണ്? സെൻട്രൽ കനാൽ. അങ്ങനെ ആലോചിക്കാം, സിമ്പിൾ ആണ്. ഓക്കെ, ഇനി മുകളിലുള്ള റൂട്ട് ഡോർസൽ റൂട്ട്, താഴെയുള്ള റൂട്ട് വെൻട്രൽ റൂട്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. അതിനൊരു ബുദ്ധിയുണ്ട്. എടാ, ഇംഗ്ലീഷ് ആൽഫബറ്റിൽ ആദ്യം D ആണോ V ആണോ? ആദ്യം D ആണോ V ആണോ? ആദ്യം D. അതെ, അപ്പൊ മുകളിൽ ഡോർസൽ റൂട്ട്, അപ്പൊ താഴെ വെൻട്രൽ റൂട്ട്. കിട്ടി? ഓ എന്തൊരു സുഖം. എന്നാ ഞാൻ അടുത്തത്, ഇവിടെ ഉള്ളിലുള്ളത് ഗ്രേ മാറ്റർ, പുറത്തുള്ളത് വൈറ്റ് മാറ്റർ. ഈ ബട്ടർഫ്ലൈ കണ്ടോ? ബട്ടർഫ്ലൈ. ഓക്കെ, ഈ ബട്ടർഫ്ലൈന്റെ ഉള്ളിലുള്ളത് ഗ്രേ മാറ്റർ, അതിന്റെ പുറത്തുള്ളത് വൈറ്റ് മാറ്റർ. മാറും സാർ? മാറൂല. പിന്നെ എന്തിനാമത്തെ ചേട്ടൻ ചിരിച്ചിരിക്കുന്നു? ഞാൻ പറഞ്ഞുതരാം. ഒരു ഐഡിയ ഉണ്ട്, ബുദ്ധിപരമാറ്റിക് ഐഡിയ. അതായത് നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തിന്റെ ചുറ്റും എന്തുണ്ടാവും? ചുമരുണ്ടാവും. നിങ്ങളെ വീടാണ്, സ്കൂളാവട്ടെ, എന്താവട്ടെ, ചുറ്റും എന്തുണ്ട്? ചുമരുണ്ട്. ആ ചുമരിന്റെ ഉള്ളിൽ എന്താണ്? സിമെന്റിന്റെ കളർ എന്താണ്? ഗ്രേ. അപ്പൊ ഉള്ളിൽ ഗ്രേ മാറ്റർ. അപ്പൊ പുറത്ത് വൈറ്റ് മാറ്റർ. മോനെ, വിഷയം കൊണ്ടുപോയി. ഓക്കെ, അപ്പൊ അത് കിട്ടി. കഴിഞ്ഞു. ഇനി അടുത്തത് ഈ ചിത്രങ്ങൾ. ഓ മൈ ഗോഡ്, ഈ ചിത്രങ്ങൾ വന്നാൽ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് രണ്ടും ഒരേപോലെ അല്ല സാർ. എടാ, ഇവിടെ കണ്ടോ? ഇവിടെ എല്ലായിടത്തും പുറത്ത് പോസിറ്റീവാ, പക്ഷെ ഇവിടെ നോക്കടാ, ഈ ചിത്രത്തിൽ ഈ ഭാഗത്ത് നെഗറ്റീവാ. ഇതിന്റെ ഉള്ളിലാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? പോസിറ്റീവ് വന്നിട്ടുണ്ട്. ശരിക്കും ഉള്ളിൽ മൊത്തം നെഗറ്റീവ് അല്ലേ വരേണ്ടത്? പക്ഷെ ഇവിടെ ഉള്ളിലുള്ള മൊത്തത്തിൽ നെഗറ്റീവ് ഇല്ല. ഈ ഒരു ഭാഗത്ത് എന്തുണ്ട്? പോസിറ്റീവ് ഉണ്ട്. അപ്പൊ ഈ 2 ചിത്രം ഒരേപോലെ അല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അപ്പൊ ഇങ്ങനൊരു ചിത്രം തന്നാൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ആ ചിത്രം ഇങ്ങനെ നോക്കുക. ചിത്രത്തിന്റെ പുറത്ത് ഫുള്ള് പോസിറ്റീവ്, ഉള്ളിൽ ഫുള്ള് നെഗറ്റീവ്. പുറത്ത് ഫുള്ള് പോസിറ്റീവ്, ഉള്ളിൽ ഫുള്ള് നെഗറ്റീവ്. ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. അതിന്നിങ്ങനെ നല്ല കുട്ടപ്പനായിട്ട് ഒരു പ്രശ്നമില്ലാതെ നിൽക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ന്യൂറോൺ എന്താണ്? നോർമൽ സിറ്റുവേഷനിലാണ്. ഏത് സിറ്റുവേഷനിലാണ്? നോർമൽ സിറ്റുവേഷനിലാണ്. അപ്പൊ ന്യൂറോൺ ഏത് സിറ്റുവേഷനിലാണ്? നോർമൽ സിറ്റുവേഷനിലാണ്. അത് ഈ ചിത്രം അതിനെയാണ് സൂചിപ്പിക്കുന്നത്. ന്യൂറോൺ അല്ലെങ്കിൽ നെർവ് സെൽ അല്ലെങ്കിൽ എന്താണ്? നാഡീകോശം എന്താണ്? നോർമൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ സാധാരണ നിലയിലായിരിക്കുമ്പോഴുള്ള ചിത്രമാണ് ഇത്. ഓക്കെ, എന്നാൽ ഈ ചിത്രം എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇവിടെ നോക്കടാ, പുറത്തത്തെ മൊത്തം പോസിറ്റീവില് ഈ ഒരു ഭാഗം എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഉള്ളിലുള്ള മൊത്തത്തിലുള്ള നെഗറ്റീവില് ഈ ഒരു ഭാഗത്ത് എന്ത് വന്നിട്ടുണ്ട്? ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പൊ ഈ നെർവ് സെല്ലിന്, ഈ ന്യൂറോണിന്, ഈ നാഡീകോശത്തിന് എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. എന്താ സംഭവിച്ചത്? പറഞ്ഞോളൂ. ആ ഭാഗത്ത് എന്തുണ്ടായിട്ടുണ്ടാവും? സ്റ്റിമുലി, ഉദ്ദീപനം ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ ഇത് ഉദ്ദീപനം സംഭവിച്ചതിനു ശേഷമുള്ള സാധനം കേട്ടോ. ഓക്കെ, ഉദ്ദീപനം സംഭവിച്ചു അല്ലെങ്കിൽ സ്റ്റിമുലി ഒക്കേഴ്സ്. ഓക്കെ, ഉദ്ദീപനം സംഭവിച്ചതിന് ശേഷം ഈ ചിത്രത്തിന് ഈ ഒരു രീതിയിലുള്ള മാറ്റം ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് നടന്നു? സ്റ്റിമുലി നടന്നു. ഓക്കെ, അപ്പൊ അതും ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. അപ്പൊ ഈ 2 ചിത്രങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. പിന്നെ ഈ ചിത്രങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ മെല്ലെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഉപകരിക്കപ്പെടും. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കുക. ഇനി ഇത്, ഓ മൈ ഗോഡ്, ഈ ചിത്രം കണ്ടാൽ തന്നെ മനസ്സിലാക്കണം ഇതാരാണ്? ഇത് സിനാപ്സ്. എന്താ പേര്? സിനാപ്സ്. അതായത് 2 ന്യൂറോണുകൾ കൂടിച്ചേരുന്ന ഭാഗമാണ് എന്ത്? സിനാപ്സ്. ഒരു ന്യൂറോണിന്റെ ഒരറ്റവും മറ്റേ ന്യൂറോണിന്റെ മറ്റേ അറ്റവും തമ്മിൽ കൂടിച്ചേരുന്ന കണ്ടുമുട്ടുന്ന ഭാഗമാണ് എന്ത്? സിനാപ്സ്. അപ്പൊ ഈ ന്യൂറോണിന്റെ ഒരു അറ്റം ഉണ്ടാവും, അതാണെന്ത്?
പ്രീ സിനാപ്റ്റിക് നോബ് അല്ലെങ്കിൽ സിനാപ്റ്റിക് നോബ്. എന്താണ് സിനാപ്റ്റിക് നോബ്? ഇനി ഈ ന്യൂറോണിന്റെ ഒരു അറ്റം ഉണ്ടാവും, അതാണ് പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ. പിന്നെ അതിന്റെ ഇടയിലുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടാവും, അതാണ് ഈ ഗ്യാപ്പ്, ഇതാണ് സിനാപ്റ്റിക് ക്ലഫ്റ്റ്. അപ്പൊ ഈ 3 ഭാഗങ്ങളും ആദ്യം മനസ്സിലാക്കി വെക്കണം. ഇത് മൊത്തത്തിൽ ചോദിക്കുകയാണെങ്കിൽ ഇത് സിനാപ്റ്റിക് നോബ്, ഇത് മൊത്തത്തിൽ ചോദിക്കുകയാണെങ്കിൽ പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ, ഈ ഇടയിലുള്ള ഗ്യാപ്പ് ചോദിക്കുകയാണെങ്കിൽ സിനാപ്റ്റിക് ക്ലഫ്റ്റ് അല്ലെങ്കിൽ സിനാപ്റ്റിക് വിടവ്. ഇതൊന്നല്ല ഇവിടുന്ന് കൂടുതൽ ചോദിക്കാൻ ചാൻസ്. ഇവിടുന്ന് കൂടുതൽ ചോദിക്കാൻ ചാൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ കണ്ടോ കുറെ വട്ടവട്ടം സിനാപ്റ്റിക് നോബിന്റെ കയ്യിൽ കുറെ വട്ടവട്ടങ്ങളുണ്ട്. ആ വട്ടവട്ടങ്ങളെ പേര് എന്താണ്? സിനാപ്റ്റിക് വെസിക്കിൾ. എന്താ പേര്? സിനാപ്റ്റിക് വെസിക്കിൾ. മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ അവന്റെ പേരെന്താണ്? സിനാപ്റ്റിക് വെസിക്കിൾ. അതിന്റെ ഉള്ളിൽ കുറെ കുത്തുകുത്തുകൾ കണ്ടോ, ചുവന്ന കുത്തുകുത്തുകൾ, അവരുടെ പേരാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ. എന്താണ് പേര്? ന്യൂറോ ട്രാൻസ്മിറ്റർ. ഉദാഹരണം അസറ്റൈൽ കോളിൻ പണ്ട് പഠിച്ചിട്ടുണ്ട്. ഇതാ ഈ ചോന്ന കുത്തുകുത്തുകളൊക്കെ ആരാണ്? ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. അപ്പൊ ഈ സിനാപ്റ്റിക് വെസിക്കിൾ, ഈ വട്ടവട്ടമായിട്ടുള്ള സിനാപ്റ്റിക് വെസിക്കിൾ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് അവരെ സ്വീകരിക്കാൻ ആരുണ്ട്? ഇവിടെ ആരുണ്ട്? ഇതാ ഈ വേറെ വട്ടവട്ടുണ്ട്. ഇതാ ഇവിടെ പുറത്തും വട്ടവട്ടുണ്ട്. അവരുടെ പേര് റിസപ്റ്റർ. എന്താ പേര്? റിസപ്റ്റർ. ഇവിടെ കൺഫ്യൂഷൻ വരുന്നതാണെന്നറിയോ? ഇവിടെയും വട്ടുണ്ട്, ഇവിടെയും വട്ടുണ്ട്. ഇവിടെയുള്ള ഈ വട്ടത്തിന്റെ പേര് സിനാപ്റ്റിക് വെസിക്കിൾ എന്നും ഇവിടെയുള്ള ഈ വട്ടത്തിന്റെ പേര് റിസപ്റ്റർ എന്നാണ്. അത് മാറരുത്. സിനാപ്റ്റിക് വെസിക്കിളിന്റെ ഉള്ളിലാണ് എന്തുണ്ടാവുക? ഈ ഡോട്ട് ഉണ്ടാവുക, അഥവാ ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ടാവുക. ഇതിന്റെ അടുത്ത് ആരുണ്ടാവില്ല? ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ടാവില്ല. ന്യൂറോ ട്രാൻസ്മിറ്റർ ഇങ്ങോട്ട് വരണം. ഓക്കെ, അപ്പൊ ആദ്യം അതിന്റെ അടുത്ത് അത് ഉണ്ടാവില്ല. അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ട് മാറരുത്, അത് ഓർത്ത് വെക്കണം. ഈ ചിത്രം ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഇത് കൺഫ്യൂഷൻ ഉള്ള ഒരു ചിത്രം ആയതുകൊണ്ട് ഇതന്നെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഈ ചിത്രം തന്നാൽ ഇതാരാണ്? നാഡി അല്ലെങ്കിൽ നെർവ്. ഇത് പൂത്തിരി എന്നൊന്നും എഴുതി വെക്കരുത്, കണ്ടിട്ടൊരു പൂത്തിരി പോലെ ഉണ്ട്, പക്ഷെ അതെന്താണ്? നെർവ് അല്ലെങ്കിൽ നാഡിയാണ്. ഓക്കെ, പിന്നെ അടുത്തത് ഈ ചിത്രം തരും. ഈ ചിത്രം ചോദിച്ചാൽ വളരെ സിമ്പിൾ ആണ്. ഇത് നമുക്കറിയാലോ. ചൂടുള്ള പാത്രം കയ്യിൽ തട്ടുമ്പോൾ കൈ വലിക്കുന്നു, കാലിൽ മുള്ളു കുത്തുമ്പോൾ കാല് വലിക്കുന്നു, മൂട്ടിൽ കോമ്പസ് കുത്തുമ്പോൾ മൂട് വലിക്കുന്നു. ഇതൊക്കെ എന്താണ്? റിഫ്ലക്സ് പ്രവർത്തനമാണ്. അപ്പൊ ഈ ചിത്രം കണ്ടാൽ ഇത് റിഫ്ലക്സ് പ്രവർത്തനം എഴുതി വെക്കണം. മാർക്ക് കിട്ടി. ഓ മൈ ഗോഡ്. ലെവൽ 2 ചാപ്റ്ററിലെയും മുഴുവൻ ചിത്രങ്ങൾ നമ്മൾ പഠിച്ചു. നമ്മൾ വേറെ ലെവൽ, സൂപ്പർ ആൻഡ് മച്ച് മോർ വൈബ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഇൻഡിപെൻഡൻസ് ഡേന്റെ ഓഫറാണ്. ഈ സ്ലൈഡൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഇപ്പൊ നിങ്ങൾ എന്താണ് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% ഓഫർ ഉണ്ട്. അപ്പൊ വേഗത്തിൽ എന്ത് അതൊക്കെ ഉപയോഗപ്പെടുത്തുക. അപ്പൊ ഉഷാറായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക, സൂപ്പറായിട്ട് പഠിക്കുക. ഈ വർഷത്തെ ഓണപരീക്ഷ നമ്മൾ പൊളിച്ചടക്കും. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ഭാഗങ്ങളും നന്ദി നമസ്കാരം. കൊണ്ട് ഇത് നിങ്ങളുടെ സ്വന്തം ബഹുമാനപ്പെട്ട അറക്കൽ. ഗുഡ് ബൈ.